MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ വെച്ച് ഉണ്ടാക്കാവുന്ന നല്ലൊരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റിയായ സ്റ്റൂ ആണിത്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അതുപോലെ ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2 പീസ് പട്ട, 5 ഏലക്ക, 6 ഗ്രാമ്പൂ, 1 ബേ ലീഫ് ഇത്രയും ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എണ്ണം ചേർക്കണം. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും 3 പച്ചമുളക് നെടുകെ കീറിയതും ചേർക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തത്. എരിവ് കുറവാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ചേർക്കാം. ഇനി അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ബ്രൗൺ കളർ ഒന്നും ആകേണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. ചിക്കൻ്റെ കളർ മാറി ഒരു വൈറ്റ് കളറായിട്ട് വരണം. ഇപ്പോൾ ചിക്കൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ക്യാരറ്റ് മുറിച്ചത് ചേർക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് 2-ാം പാലാണ് ചേർക്കുന്നത്. 2 കപ്പ് തേങ്ങയിൽ നിന്നും 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലുമാണ് എടുത്തത്. 2-ാം പാലിലാണ് നമ്മൾ ഈ ചിക്കൻ വേവിക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇത് നന്നായി തിളക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് അരച്ചെടുക്കണം. 8 കാഷ്യൂ നട്ട്സ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. 25-30 മിനിറ്റ് ഒക്കെ എടുക്കും ചിക്കൻ വെന്ത് കിട്ടാൻ. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്നിളക്കി കൊടുക്കണം. ചിക്കൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ ചിക്കനും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് അരച്ചത് ചേർക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 2 മിനിറ്റ് കൂടി തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. 1 കപ്പ് 1-ാം പാലാണ് ചേർക്കുന്നത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇതിഞ്ഞി തിളപ്പിക്കേണ്ട. ചൂടായി വരുമ്പോൾ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 6 ചെറിയുള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ കളറായി വരണം. ഇനി ഇത് സ്റ്റൂവിലേക്ക് ചേർക്കാം. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ സ്റ്റൂ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.